സാരി ബ്ലൗസിൻ്റെ മെയിൻ ടക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന വീഡിയോ. കാരണം നമ്മൾ ഫ്രണ്ട് ഡക്കിൻ്റെയും ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭാഗം ചുളിഞ്ഞു പോകുന്നു എന്നൊരു പറച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചുളിവ് വരുന്നു. ഈ ടക്കിൻ്റെ ഭാഗത്താണ് അത് പോയിൻ്റായിട്ട് നിൽക്കുന്നില്ല. ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ ഒരു കാരണം കണ്ടെത്തുന്നത്? അപ്പോൾ യൂട്യൂബിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തതും സാരി ബ്ലൗസിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പ്രയോഗിച്ച് നോക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2-3 ബ്ലൗസിനത് പ്രയോഗിച്ച് നോക്കി. അപ്പോൾ ഈ ഡാട്ടിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഡാട്ട് 2 സൈഡിലോട്ടും മറിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം കപ്പ് സൈസ് വളരെ ക്ലിയർ ആയിട്ടിരിക്കും. ഇതുകൊണ്ട് ഈ ഡാട്ട് നമുക്ക് മറിഞ്ഞു പോകാതെ ഈ ഡാട്ട് ഈ സൈഡിലോട്ടും ഈ ഇപ്പുറത്തോട്ടും നിൽക്കുന്ന വിധത്തിലുള്ള എന്ത് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ ഒരു ടെക്നിക്കിൽ ഉപയോഗിച്ചാൽ ക്ലിയറായിട്ട് തന്നെ സാരി ബ്ലൗസ് ഈ ഡാട്ട് മറിഞ്ഞു പോകാതെ നിൽക്കും. അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ഡാട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരിക്കുന്നില്ല. അതിരിക്കാൻ കാരണം നമ്മൾ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് ഈ ഡാട്ടിൻ്റെ ഇവിടെ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ചുളിവ് വരും ഈ ഡാട്ടിൻ്റെ ഇവിടെ. അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ ഈ ബെൽറ്റ് കൂട്ടുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീട്ടിയിടണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകവും. അപ്പോൾ ഇങ്ങനെ നീട്ടിയിട്ടാലും നമുക്ക് ഈ ഡാട്ട് മുന്നിലേക്ക് മറിഞ്ഞു പോകാതെ എങ്ങനെ ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നതിനെ പറ്റി നമ്മൾ പുതിയൊരു ടെക്നിക്കൽ, ഇത് ഇന്ന് വരെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ അത് ഒരു ഐഡിയ ഇട്ട് തിരഞ്ഞെടുത്ത ഒരു ഭാഗമാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ ഡാട്ട് അടിക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഡാട്ട് വരച്ചിട്ടില്ല, വരച്ച് കാണിക്കാം. നമ്മളിങ്ങനെ 3 ഇഞ്ച് വിത്ത് കൊടുത്തിട്ടുള്ള സാരി ബ്ലൗസാണ്. കൈക്കുഴി ഡാട്ട്, സെൻറ്റർ ഡാട്ട്, ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ട് ഈ ഡാട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ച് ചെയ്യണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന വിധം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഡാട്ട് അടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പീസ്, ഇതുപോലൊരു സ്ക്വയർ പീസ് എടുക്കുന്നു. സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതിങ്ങനെ കോണായിട്ട് മടക്കണം. ഇങ്ങനെ കോണായിട്ട്, ഇതും ക്രോസ് ആയിരിക്കണം. ഈ ക്രോസിൽ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ക്രോസിൽ ഇങ്ങനൊരു വര കൊടുക്കണം. ഏറ്റവും നല്ലൊരു ക്രോസാണ് ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഡാട്ട് അടിക്കാൻ. അതെങ്ങനെയാണ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കുകയാണ്. ആ ലൈനിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോണം. അങ്ങനെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രത്തോളം നമ്മൾ ക്രോസിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഡാട്ട് ഇങ്ങനെ തന്നെ അടിക്കണം. ഒരു കാരണവശാലും ഡാട്ട് ഒരു സൈഡിൽ നിന്നോട്ട് മറിഞ്ഞു പോകത്തില്ല. ഇനിയാണ് നമ്മുടെ ടെക്നിക്കൽ പരിപാടി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ തയ്ച്ച് ക്ലിയറാക്കി എടുക്കുക. സാരി ബ്ലൗസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞുള്ള ആ കട്ട് പീസിൽ തന്നെ നമ്മൾ എടുത്താൽ മതി. ഇങ്ങനെ മറിച്ചെടുക്കണം. ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഇതും ക്രോസ് പീസാണ്. നമ്മൾ ഡാട്ട് അടിച്ച പീസും ക്രോസ് പീസാണ് ഉണ്ടാകും. ഇതിങ്ങനെ വരും, രണ്ട് ഡാട്ട് ഇങ്ങനെ വരും, ഈ ഭാഗവും ഇങ്ങനെ വരും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡാട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കും, ഈ തുണി ഇങ്ങനെ പിടിക്കും. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. ഒരിക്കൽ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകല്. നമ്മൾ ഒന്നുകൂടെ കാണിച്ചു, ഇതുവഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത്. കാരണം ഇതും ക്രോസ് ആയിരിക്കണം, നമുക്ക് ഈ സ്റ്റിച്ചും ക്രോസാണ്. എന്നിട്ട് ഇതിങ്ങനെ നൂർത്തിട്ട് ഈ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മളിതൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ അടിവശം പുറകോട്ട് മറിക്കണം. മറിച്ചിട്ട് ഫ്രണ്ട് പീസേ കത്രിയെ ഒരിക്കലും കയറിക്കൊള്ളല്ലേ, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വെട്ടിവിടണം. ഇത് ഓപ്പോസിറ്റ് കളർ നിങ്ങളെ കാണിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തയ്ക്കുമ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഇത് വരിക. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ ഡാട്ട് പോലെ. അപ്പോൾ കറക്റ്റായിട്ട് പോയിൻ്റ് തെന്നി നിൽക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഡാട്ട് നിൽക്കുന്നത്? 2 സൈഡിലോട്ടും
ഡാട്ടിൻ്റെ തുമ്പ് വന്നു. ഇതുണ്ട്, 2 സൈഡിലോട്ടും ഡാട്ടിൻ്റെ തുമ്പ് വന്നു ഇങ്ങനെ. അപ്പം നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് പോയിൻ്റ് ഒരു കാരണവശാലും തെന്നിപ്പോകാതെ പോയിൻ്റ് ക്ലിയറായിട്ട് നിൽക്കും. നോർമലി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പോയിൻ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുണ്ടോ, നമ്മൾ ഇത്രയും കട്ടി കൂടി കഴിയുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ ആ പോയിൻ്റ് പൊങ്ങി നിൽക്കുന്നത് കാണാം. മറ്റ് പലരെയും ബ്ലൗസ് തയ്ക്കുമ്പോൾ ഈ പോയിൻ്റ് ക്ലിയർ ആകുന്നില്ല, അവിടെ ഏറ്റവും കൂടുതൽ ചുളിവ് വരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ കസ്റ്റമർ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു ഐഡിയ ചെയ്തു നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ഇങ്ങനത്തെ ഒരു ഐഡിയ വേറെ ആരും യൂട്യൂബിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഭാഗത്ത് ലൂസ് വരുന്നവർക്ക്, മെയിൻ ടക്കിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ ലൂസ് വരുന്നു, എത്രത്തോളം ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനൊരു പരീക്ഷണം വേണം നിങ്ങൾക്ക് ചെയ്യാം. അത് അങ്ങനെ പറയുന്ന കസ്റ്റമർക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സ്വയമേ നിങ്ങൾ ബ്ലൗസ് ഇടുന്നവരാണെങ്കിലും ഇതുപോലൊരു ടെക്നിക്കിൽ പ്രയോഗിച്ച് നോക്കിയാൽ എത്രത്തോളം ഇത് ഗുണകരമാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ ഓപ്പോസിറ്റ് തുണിയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തന്നെ ഇത് ഫ്രണ്ട് പൊങ്ങി നിൽപ്പുണ്ട്, ഇങ്ങനെ നിൽക്കുമ്പം തന്നെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. പിന്നെ ഇന്നർ ഇടുന്ന കാര്യത്തിലാണെങ്കിലും ഈ കപ്പ് സൈസിൻ്റെ പോയിൻ്റ് എത്രത്തോളം നമുക്ക് ക്ലിയർ ആക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുക. താങ്ക്